ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വളരെയധികം ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ മേക്ക്, ഡു. നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ? മേക്ക് ആണോ ഞാനിവിടെ ഉപയോഗിക്കേണ്ടത്, ഈ സിറ്റുവേഷനിൽ ഡു ആണോ ഉപയോഗിക്കേണ്ടതെന്ന്? ഇന്നത്തെ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും മാറിക്കിട്ടും. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം, തുടങ്ങാം. മേക്ക്. മേക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടാക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക. ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കാൻ കാരണമാകുമ്പോൾ സാധാരണയായി നമ്മൾ മേക്ക് ഉപയോഗിക്കുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. മേക്ക് എ കേക്ക്. മേക്ക് ഉണ്ടാക്കുക. എ കേക്ക് ഒരു കേക്ക്. മേക്ക് എ കേക്ക് കേക്ക് ഉണ്ടാക്കുക. അടുത്തത് മേക്ക് എ ഡിസിഷൻ. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. മേക്ക് എ ഡിസിഷൻ ഒരു തീരുമാനം എടുക്കുക. മേക്ക് എ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് തെറ്റ്. അപ്പോൾ മേക്ക് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റു വരുത്തുക. മേക്ക് എ മിസ്റ്റേക്ക് തെറ്റു വരുത്തുക. ഇനി മേക്ക് മണി. മണി പണം അല്ലേ? അപ്പോൾ മേക്ക് മണി പണം സമ്പാദിക്കുക. പണം സമ്പാദിക്കുക. മേക്ക് എ ഫോൺ കോൾ. കോൾ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക. മേക്ക് എ ഫോൺ കോൾ. അടുത്തത് മേക്ക് ഫ്രണ്ട്സ്. കൂട്ടുകാരെ ഉണ്ടാക്കുക അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾ സെന്റൻസ് നോക്കിക്കഴിയുമ്പോൾ ഇതിലുള്ള സംശയം മാറും. ഐ മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ. ഐ ഞാൻ, മെയ്ഡ് എന്ന് പറഞ്ഞാൽ മേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. മേക്ക് ഉണ്ടാക്കുക, മെയ്ഡ് ഉണ്ടാക്കി. എ കേക്ക് ഒരു കേക്ക്, യെസ്റ്റർഡേ ഇന്നലെ. അപ്പോൾ ഇന്നലെ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. ഇന്നലെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി. ഐ മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ. ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഷീ അവൾ, മെയ്ഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ വരുത്തി, എ മിസ്റ്റേക്ക് ഒരു തെറ്റ്. അവൾ ഒരു തെറ്റ് വരുത്തി. അവൾ ഒരു തെറ്റ് വരുത്തി. വി നീഡ് ടു മേക്ക് എ ഡിസിഷൻ. വി നമ്മൾ, നീഡ് ആവശ്യമാണ്, ടു മേക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ എടുക്കേണ്ടത്. മേക്ക് ടു മേക്ക് എടുക്കേണ്ടത്, എ ഡിസിഷൻ ഒരു തീരുമാനം. അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ എടുക്കേണ്ടതാണ്. We need to make a decision. ഇനി he made a phone call. he അവൻ, made ഉണ്ടാക്കി അല്ലെങ്കിൽ a phone call എന്ന് പറഞ്ഞാൽ he made a phone call. അവൻ ഫോൺ വിളിച്ചു. അവൻ കോൾ ചെയ്തു അല്ലേ? അപ്പോൾ ഇതാണ് മേക്ക്. ഒരു കാര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ മേക്ക് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഡു എന്താണെന്ന് നോക്കാം. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു ജോലിയോ മറ്റോ നിർവഹിക്കുക.
നിർവഹിക്കുക. ഡു ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹോംവർക്ക് ചെയ്യുക. ഹോംവർക്ക് ചെയ്യുക. ഇനി ഡു ഹൗസ് വർക്ക്, സോറി, ഡു ദ ഡിഷസ്. ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുക. ഇനി ഡു ദ ലോണ്ട്രി, അലക്കുക അല്ലെങ്കിൽ തുണികൾ കഴുകുക. തുണികൾ കഴുകുക. ഡു എക്സസൈസ്, വ്യായാമം ചെയ്യുക. ഇനി ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യുക. ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യം ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ സെന്റൻസുകൾ. ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്. ഞാൻ, ഹാവ് ടു ഡു, ചെയ്യണം അല്ലെ ചെയ്യേണ്ടതാണ്, മൈ ഹോംവർക്ക്, എൻ്റെ ഹോംവർക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്യേണ്ടതാണ്. ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്. ഷീ ഡസ് ദ ഹൗസ് വർക്ക് എവറി ഡേ. ഷീ ഡസ്, അവൾ ചെയ്യാറുണ്ട്. ദ ഹൗസ് വർക്ക്, വീട്ടുജോലികൾ. എവറി ഡേ, എല്ലാ ദിവസവും. അവൾ എല്ലാ ദിവസവും വീട്ടുജോലികൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു. ഹി ഡസ് എ ലോട്ട് ഓഫ് എക്സസൈസ്. ഹി ഡസ്, അവൻ ചെയ്യാറുണ്ട്. എ ലോട്ട്, ധാരാളം. ഓഫ് എക്സസൈസ്, എക്സസൈസ്. അവൻ ധാരാളം അല്ലെങ്കിൽ നന്നായി എക്സസൈസ് ചെയ്യാറുണ്ട്. എക്സസൈസ് ചെയ്യാറുണ്ട്, അതാണ് അർത്ഥം. ഇനി നമ്മൾ മേക്ക് ആൻഡ് ഡു ഉപയോഗിക്കുമ്പോൾ സാധാരണയായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. അതിൽ ആദ്യത്തത് ഐ ഡിഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പറയാം. അതാണ് അതിൻ്റെ കറക്റ്റ് യൂസേജ്. പിന്നെ വേറെ നമ്മൾ വരുത്താൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്കാണ് ഐ മെയ്ഡ് മൈ ഹോംവർക്ക്. ഐ ഡിഡ് മൈ ഹോംവർക്ക് എന്ന് പറയുന്നതിന് പകരം ഐ മെയ്ഡ് മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതും നമുക്ക് ഒഴിവാക്കാം. വേറൊന്നാണ് ഷീ ഡിഡ് എ ഡിസിഷൻ. അതിന് പകരം ഷീ മെയ്ഡ് എ ഡിസിഷൻ. അവൾ ഒരു തീരുമാനം എടുത്തു, അല്ലേ? അവൾ ഒരു തീരുമാനം എടുത്തു. ഹി മെയ്ഡ് എക്സസൈസ്. അങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം ഹി ഡിഡ് എക്സസൈസ് എന്നതാണ് കറക്റ്റ് വേർഷൻ. ഹി ഡിഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ അവൻ ഡിഡ് ചെയ്തു. ഹി ഡിഡ്, അവൻ ചെയ്തു. എക്സസൈസ്, അവൻ എക്സസൈസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡു ആൻഡ് മേക്ക് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചത്. എളുപ്പത്തിൽ ഓർക്കാൻ ഞാനൊരു ഒരു കാര്യം, ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറയാം. നമ്മൾ എന്താണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, ഡു ആണോ ഡസ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് ഡു ആണോ മേക്ക് ആണോ ഉപയോഗിക്കേണ്ടത് സംശയം വരുമ്പോൾ നമ്മൾ ഓർത്താൽ മതി, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുകയാണോ, മേക്ക് ഉപയോഗിക്കുക. ഇനി
ഞാനൊരു ജോലിയോ പ്രവർത്തനമോ എന്തെങ്കിലും ചെയ്യുകയാണോ, അപ്പോൾ ഡു ഉപയോഗിക്കുക. ഇതാണ് ഡൂവും ഡസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ ഇതിനി ഞാൻ ചെയ്യുകയാണോ ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ ആവുന്നതിന് പകരം ഈ കോമൺ പാറ്റേണിലുള്ള സെന്റൻസുകൾ ഡു എക്സസൈസ്, മേക്ക് ഡിസിഷൻ, ഡു ഹോംവർക്ക്, മേക്ക് മിസ്റ്റേക്സ്, ഈ കോമൺ പാറ്റേൺ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, കാണാപ്പാടം പഠിച്ചു വെക്കുക. അപ്പോൾ പിന്നെ ഇനി കൺഫ്യൂഷന്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. സീ യു സൂൺ. ബൈ.